ഹലോ മൈ ബ്യൂട്ടിഫുൾ ലവ്സ്. അമ്മ ചിക്കൻ കറി വെക്കാൻ വെച്ചിരുന്നു കുറച്ച് പീസ് അടിച്ചു മാറ്റിയതാണ് കേട്ടോ ഇത്. അനിയത്തി എന്തോ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് അങ്ങനെ എല്ലാം കൂടെ ഇട്ട് അത് മിക്സ് ചെയ്യണം കേട്ടോ. അതിനിടയ്ക്കുള്ള ഒരു പച്ച കളറിലുള്ള എന്തോ സാധനം ചേർത്തു, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പച്ചമുളക് അരച്ചതാണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. അവൾ തന്നെ മിക്സ് ചെയ്യുന്നതല്ല, അവളുടെ ഫേസ് കാണിക്കണമെന്നുണ്ട്, പക്ഷേ അവളുടെ കോലം ശരിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ കൈ മാത്രമേ കാണിക്കുന്നുള്ളൂ. മസാലയെല്ലാം അതിൽ നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് നമ്മളൊരു കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അങ്ങനെ നമ്മളതിനെ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ ഇനി ഇല്ലാത്ത സാധനമൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു. അതിലിട്ട് ഓരോ ചിക്കൻ പീസായിട്ട് എടുത്ത് ഇടുകയാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലത്തെ എണ്ണയൊക്കെ എൻ്റെ കയ്യിൽ നന്നായിട്ട് തെറിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഷേക്കാവാനും ചാൻസ് ഉണ്ട്. ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം അവൾ പറയുന്നത് ഇതിലെന്തൊക്കെയോ നല്ല സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റൊക്കെ ഉണ്ട് എന്നാണ്. നമുക്ക് കഴിച്ച് നോക്കിയിട്ട് പറയാമല്ലോ. അങ്ങനെ അതൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു കേട്ടോ. ഇനി ഇത് നല്ല സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യണം. നന്നായിട്ട് വേവണമല്ലോ. അങ്ങനെ കുറച്ച് നേരം ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് എന്താ ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ആ ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് തന്നെ ഇടണം കേട്ടോ. എന്നിട്ട് അതിനെ എടുത്ത് ഈ ചിക്കൻ്റെ മേലെ കൂടെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും, ഗാർണിഷ് ചെയ്യും. അതാണ് അവൾ ഉദ്ദേശിച്ചത്. കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ആദ്യം അനിയനാണ് കേട്ടോ കഴിക്കാൻ കൊടുത്തത്. അവനോട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പം ആ ചിക്കൻ പീസ് വായിലിടാതെ തന്നെ നൈസായിട്ടിട്ടത് പറയാം കേട്ടോ. അത് കഴിഞ്ഞ് അവൻ്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നുണ്ട്, നമ്മുടെ സദു. അവനോട് കഴിക്കാൻ പറഞ്ഞു. അവൻ കഴിച്ചപ്പോൾ പറയാം, ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ അവൾക്ക് തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. പിന്നെ അവൾ ഉണ്ടാക്കിയത് കൊണ്ട് അവൾ മോശമാണെന്ന് പറയില്ലല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ചാച്ച ടേസ്റ്റ് ചെയ്യുമ്പം ബാക്കിലിരുന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടെന്ന് പറയും ചാച്ച എന്ന്. പിന്നെ ആളും അത് തന്നെയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ എൻ്റെ അച്ഛനെ ടേസ്റ്റ് ചെയ്യാൻ കൊണ്ട് കൊടുത്തപ്പം അച്ഛൻ ഭയങ്കര ജാടയിലായിരുന്നു. എന്താ സംഭവം എന്നൊന്നും അറിയില്ല, ഭയങ്കര ജാട. രാത്രി ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് എത്രമാത്രം ക്ലിയർ ആവുന്നൊന്നും അറിയില്ല കേട്ടോ. ആൾ ഭയങ്കര ബിസിയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.